ഒരു ഫുഡ് റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഒരു 60 വർഷത്തോളം നമുക്ക് ഈ ഫീൽഡുമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. സ്പെഷ്യൽ മസാല അതിൻ്റെ സ്പൈസി സാധനം സ്പൈസിയാണ്, അതിൻ്റെ എരിവൊക്കെ ഉണ്ടാവും. ചീസും ഫുള്ളാണ്. പിന്നെ അത് റൊമാനി റൊട്ടിയിലാണ് റോൾ ചെയ്തേക്കുന്നത്. കഴിച്ചപ്പോഴത്തേക്ക് വീണ്ടും കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ രണ്ടാമത് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയും നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നു. അടിപൊളി. ഹലോ ഗൈസ്, യോ വാച്ചിങ് AKHIL Diaries by AKHIL GOPIKA. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ഫുഡ് റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. നമ്മളെ ചാനലിൽ നിങ്ങൾ കുക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഒരു ഫുഡ് റിവ്യൂ കണ്ടിട്ടുണ്ടാകത്തില്ല. അപ്പോൾ കൂടെ കാണും, അല്ലാണ്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഫുഡ് റിവ്യൂ വീഡിയോ, കംപ്ലീറ്റ്ലി ഒരു ഫുഡ് റിവ്യൂ എന്ന് വെച്ചാൽ ഈ ഫുഡ് റിവ്യൂ ചെയ്യാനൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായി ആറ്റിങ്ങലത്തെ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ബെസ്റ്റ് ഷോപ്പുകൾ, അങ്ങനെയെല്ലാം ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി അങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ആറ്റിങ്ങലുള്ളതെല്ലാം ബെസ്റ്റാണ്. അങ്ങനെ ഓരോന്നിനും ബെസ്റ്റായിട്ട് നമുക്കങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പറയാൻ പറ്റൂല. അങ്ങനെ പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള ഷോപ്പുകൾ, അല്ലാതെ അതായത് ഒരു പെർട്ടിക്കുലർ സാധനം കിട്ടുന്ന ഷോപ്പോ അല്ലെങ്കിൽ അങ്ങനെ വെറൈറ്റി ആയിട്ട് അങ്ങനെ ഒരിടത്ത് മാത്രം കിട്ടുന്ന ഇങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം സ്പെസിഫൈ ചെയ്യാമെന്നാണ് ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫസ്റ്റ് വീഡിയോ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഇമ്പീരിയൽ ബേക്കറിയുടെ പുതിയൊരു ഷോപ്പ്. ഇമ്പീരിയൽ ബേക്കറി എല്ലാവർക്കും ആറ്റിങ്ങലുള്ളവർക്ക് അറിയായിരിക്കും, ഇനോഗ്രേഷൻ ചെയ്തായിരുന്നു, ഒരു മാസമായി. തേർഡ് ഷോപ്പ്, മൂന്നാമത്തെ ഷോപ്പാണ്. അപ്പോൾ അത് ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റു ഷോപ്പുകളിൽ വെച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഷവർമയാണ് എന്ന് വെച്ചാൽ നോർമൽ ഷവർമയെക്കാളും വെറൈറ്റി ആയിട്ടുള്ള അതൊക്കെ ഞങ്ങൾ അവിടെ പോയി കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഷോപ്പ്. അപ്പോൾ നമ്മൾ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഷോപ്പിന് ആദ്യം കയറുന്നത് നമ്മൾ പറഞ്ഞില്ലേ ആറ്റിങ്ങലത്തെ വെറൈറ്റി ഷവർമയാണ് ഇവർക്കുള്ളതെന്ന്. അപ്പോൾ ഷവർമയുടെ പേരുകൾ പറയാം കേട്ടോ. ഹസൻമത്താർ, അറബിക് ഷവർമ, കബൂം ഷവർമ, നോർമൽ ഷവർമ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, മറന്നുപോയി. അത് പിന്നെ കഴിക്കുമ്പോൾ പറഞ്ഞത്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഷവർമ, നമ്മൾ പേര് കൂടി കേട്ടിട്ടില്ലാത്ത പോലത്തെ ടൈപ്പിലുള്ള ഷവർമയൊക്കെയാണ് ഇവരുടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അറബിക് ഫുഡ്സ് കഴിക്കുന്നവർക്ക് അറിയായിരിക്കും, നമുക്ക് അറിയാത്തതായിരിക്കണം മേ ബി. നമുക്ക് ആദ്യം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം. അതിനുശേഷം നമുക്കത് ടേസ്റ്റ് ചെയ്ത് അതിന് രണ്ടും അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഇത് സംഭവം പ്രോപ്പറായിട്ട് സ്ഥലം എവിടെയെന്ന് പറഞ്ഞുതരാം. സ്ഥലം പറയൂ. KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊരു പള്ളിയുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൽ പള്ളിയുണ്ട്. ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ്. പാർക്കിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. ആൻഡ് ഷവർമ കോർണറൊക്കെ പുറത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അകത്തിരുന്ന് നമുക്ക് അല്ലാതെ നോർമൽ കഴിക്കാം. ഞാൻ അകത്തുള്ള വീഡിയോയും വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഷവർമ കോർണർ ഇവിടെയാണ്. ആൻഡ് ഇതുവഴി നമ്മളിങ്ങനെ കയറി ലൈവ് കേക്ക് രണ്ടാകത്തോട്ടോ. ഇവിടെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കഴിക്കാം. പിന്നെ പുറത്ത് അപ്പോൾ നമ്മൾ അകത്തുള്ള വീഡിയോസ് ഒക്കെ കുറച്ച് കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ലൈവ് കേക്ക് എന്താണെന്ന് പറയാം. ലൈവ് കേക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ലൈവ് കേക്ക് ഉണ്ട്, ലൈവ് കേക്കിൻ്റെ ക്യാബിനുണ്ട്. അതിനകത്ത് വെച്ച് നിങ്ങൾക്ക് കണ്ട് പ്രിപ്പയർ ചെയ്യാം. അതാണ് ലൈവ് കേക്ക്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ലൈവ് കേക്ക് എന്താണ്, അതിൻ്റെ യൂസ് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കേക്ക് ചെയ്യണം. നമ്മളൊരു പെട്ടെന്ന് സെറ്റ് ചെയ്തൊരു പരിപാടിയാണെങ്കിൽ നമുക്കൊരു കേക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സിനകത്ത് നമുക്ക് കേക്ക് അവർ സെറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്കൊരു ഡോൾ കേക്കാണ് ചെയ്യേണ്ടതെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമുക്കൊരു
എന്താ ഒരു ഗ്രീൻ കളർ കേക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മുടെ ഒരു തീം ബേസ് ഒരു കേക്ക് നമുക്ക് ചെയ്യണം എങ്കിൽ നമ്മളൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് മുമ്പ് 50 ആണ് വരെ പറയുന്നത് നമുക്കൊരു 20 മിനിറ്റ് വെച്ച് പറയാം. ഒരു 20 മിനിറ്റ് മുന്നേ നമ്മളിവിടെ ഒന്ന് പറയാം. അപ്പോൾ അവരതെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് അടിപൊളി കേക്ക് ആയിട്ട് തരും. കേക്ക് ഇവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനകത്തുള്ള ഐസിങ്ങും ആ ക്രീമും നമ്മുടെ ഇഷ്ടത്തിന് അവർ ചെയ്തു തരും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷവർമ പോലെ തന്നെ വേറൊരു ഹൈലൈറ്റ് ആണ്. അതുപോലെ എന്താ നോർമൽ കേക്ക് ക്രീം കേക്കിനേക്കാളും കുറച്ചുകൂടി നേരെയുള്ള നമ്മുടെ ഫോട്ടോ പ്രിന്റ് കേക്ക്സും അവൈലബിൾ ആണ്. ഫോട്ടോ പ്രിന്റ് കേക്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഫോട്ടോ ആയിരിക്കും ജസ്റ്റ് കേക്കിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയുള്ള എഡിബിൾ ആയിട്ടുള്ള ക്രീം വെച്ചിട്ട് തന്നെയുള്ള ഫോട്ടോയാണ്. നമുക്ക് അതും കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫോട്ടോ പ്രിന്റ് കേക്ക്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇമ്പീരിയലിൽ കസ്റ്റമേഴ്സ് ഇതിനെ കണ്ടുകൊണ്ട് നിന്നൊക്കെ കേക്ക് ഉണ്ടാക്കാം. ഇതുണ്ടാക്കും കാണാമെന്ന കസ്റ്റമറാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കേക്ക് ഉണ്ടാക്കുന്നത് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കുന്നത്. എത്ര സമയം കൊണ്ടൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കും? 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. സാധാ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ നമ്മൾ നെറ്റിൽ നിന്നൊക്കെ ഫോട്ടോ കാണിച്ചാൽ അതൊക്കെ റെഡി ചെയ്ത് തരും. മോഡൽ അല്ലാണ്ട് സാധാ കേക്കെല്ലാം ഒരു 10-15 മിനിറ്റിൽ നമ്മൾ ചെയ്ത് തരും. ശരി. പേരെന്താ? പേര് രഞ്ജിത്ത്. മുഖം കാണിച്ചിരുന്നു നോക്കട്ടെ. ആ സ്ഥലം പാലക്കാട്. എത്ര വർഷമായിട്ട് നമ്മൾ കേക്ക് ഫീൽഡിലുണ്ട്? 10-17 വർഷമായി. നല്ല എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ നമ്മളൊരു ഷോപ്പിന്റെ കംപ്ലീറ്റ് റിവ്യൂ എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താലേ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനെ കൂടെ പരിചയപ്പെടാം. പേര്? മാസ്ക് പറ്റിക്കോ? ഇവർ ഭയങ്കര ഹൈജീനിക് ആയിട്ട് മാസ്കും ഗ്ലൗസ് ഒക്കെ ഇട്ടാട്ടോ നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് മാസ്ക് മാറ്റി വീഡിയോ എടുക്കുന്നത്. ചേട്ടൻ്റെ മാസ്ക് പറ്റിക്കോ? എൻ്റെ പേര് സതീഷ്. സതീഷ്, എത്ര നാളായിട്ട് ഇവിടെ ചെയ്യുന്നു? ഇവിടെ ഉണ്ട് എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഇപ്പം ചെയ്തിട്ട് 1 മാസമായി. മുമ്പ് ഒരു പഴയ ഷോപ്പിൽ 10 വർഷം ഉണ്ടായിരുന്നു. 10 വർഷം? 10 വർഷമായിട്ടുള്ളവരാണ്. അപ്പോൾ ഇനി അടുത്ത ആളെ പരിചയപ്പെടാം കേട്ടോ. മാസ്ക് മാറ്റിക്കോ. ഓക്കെ. പേര്? നാസിം. നാസിം എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്? കയ്യിലൊക്കെ എണ്ണി നോക്കുന്ന? അല്ല, പഴയ ബ്രാഞ്ചിലും ഇവിടെയും കൂടെ ആയിട്ട് 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 1 വർഷമായിട്ട്. ഇവിടുത്തെ വെറൈറ്റി മോജിറ്റോ ഒക്കെ അടിക്കുന്നതാണ്. മോജിറ്റോ സ്പെഷ്യൽ പരീക്ഷ നടത്തുന്ന ആളാണ്. ഇവര് 3 പേരാണ് ഇതിനകത്തുള്ള സ്റ്റാഫ്. അപ്പൊ നമുക്ക് ഇനി പുറത്തുള്ള സ്റ്റാഫ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഉണ്ടാകുന്ന എന്താ സാധനം? ഇത് അറബിക്ക് ഇത് റൊമാനി റൊട്ടിയല്ലേ? റൊമാനി റൊട്ടി. അതിൽ മയോണൈസ് മയോണൈസ് ദിവസം കൂടുതലുണ്ടാവില്ല. മയോണൈസ് ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ബിനീഷാണ്. സ്ഥലം എവിടെയാ? വയനാട്. എത്ര വർഷമായി ഇങ്ങനെ വെറൈറ്റി ഷവർമയൊക്കെ ഉണ്ടാവണമെങ്കിൽ? ഒരു 10-17 വർഷത്തിന് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. 14 വർഷം ഗൾഫിലാണ് വെറൈറ്റി ഒക്കെ പഠിച്ചത്. അതെ.
വെച്ചിട്ട് ഫീറ്റ് എടുക്കും. ബട്ടറാണ്. ജസ്റ്റ് ബട്ടർ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചീസെല്ലാം കൂടെ നമ്മുടെ സാധാ കഴിയുന്ന കുബൂസല്ല, വ്യത്യാസമുണ്ട്. ഇത് നമ്മളവിടെ വേറെ കുബൂസ് ജസ്റ്റ് മയോണൈസ് തേച്ചതിന് ശേഷം ഹസൻമത്താർ ചിക്കൻ പാല് ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഹോട്ട് സോസ് എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ അറബിയിൽ കാക്കൂസ് എന്നാണ് പറയുന്നത്. ഗൾഫിൽ പോയുള്ള പരിചയമുണ്ട്. കാക്കൂസ് അതിന് ശേഷം അതുപോലെ തന്നെ അങ്ങനെ ഫീറ്റ് എടുക്കും. അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആവും. ചീസൊക്കെ മെൽറ്റ് ചെയ്യും. അത് ടേസ്റ്റ് അതിൻ്റെ സോസും കൂടെ ആകുമ്പോഴേക്കും സോസും ചീസും കൂടെ ആകുമ്പോഴേക്കും മയോണൈസ് എല്ലാം കൂടെ തരുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. ഇത് വളരെ ഇതായിരിക്കും, ഫ്രഷായിരിക്കും. ഷവായിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഷവായിൽ നമ്മൾ വെറൈറ്റി എന്ന് വെച്ചാൽ മസാല വെറൈറ്റി കുരുമുളക് ആഡ് ചെയ്യും. സ്പൈസി ആയിട്ടുള്ള മസാലയാണ്. ഇന്ന സാധനം ഇത് മസാലയാണ്. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ മസാല. അതിൻ്റെ സ്പൈസിയാ സാധനം. സ്പൈസിയാണ്, അതിൻ്റെ എരിവൊക്കെ ഉണ്ടാവും. ടേസ്റ്റി ആയിട്ട് ഇത് ഷവായിലൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഷവായുടെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഷവർമ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ എന്താണ് ഹസർമത്തൻ ഷവർമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹസർമത്തൻ ഷവർമ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഇതിനകത്ത് നിറയെ ചിക്കനൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുബൂസ് ഒന്നും നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഭയങ്കര കട്ടിയുള്ള കുബൂസ് അല്ല, വേറെ കുബൂസാണ്. ലെബനാനി കുബൂസ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. പുറത്തൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് നമ്മൾ ഷവർമ വാങ്ങുമ്പോഴേ ഫുൾ ഓഫ് ക്യാബേജും ഉള്ളി ആയിരിക്കും. ഇതിനകത്ത് നിറയെ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇതാണ് അറബിക് ഷവർമ. സംഭവം സാധനം കുറച്ച് ഹെവിയാണ്. കണ്ട ലെങ്ത് തന്നെ കണ്ടവരെ മനസ്സിലാവും. പിന്നെ നമ്മളെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ചതാണ് 3 പേർക്ക് കഴിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഫുള്ളായിട്ട് വരുന്നത്. അങ്ങനെ ഫുൾ ഓഫ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ചീസും ഫുള്ളാണ്. പിന്നെ അത് റൊമാനി റൊട്ടിക്ക് റോൾ ചെയ്തായിരിക്കും. അതതിൻ്റെ പ്രത്യേകത. ഞാൻ മുമ്പേ ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു. കഴിച്ചു വിട്ട് കൊള്ളാമെന്നുള്ള നമ്മൾ റിവ്യൂ ചെയ്യാൻ തന്നെ വന്നത്. ഐസ്ക്രീം എങ്ങനെ ഉണ്ടടാ? ഇഷ്ടായോ? പക്ഷെ കഴിച്ചപ്പോഴത്തേക്ക് വീണ്ടും കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ രണ്ടാമത് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയും നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നു. അടിപൊളി അടിപൊളി. അടിപൊളി. നിങ്ങളുടെയോ? അടിപൊളി. അപ്പൊ നമുക്ക് ഷോപ്പിന്റെ ഓണറിനെ പരിചയപ്പെടാം. തേജസ്. അപ്പൊ തേജസ് എത്ര നാളായി ഈ ഷോപ്പ് തുടങ്ങി? ഇതല്ല, ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പം എൻ്റെ അച്ചാച്ചൻ തുടങ്ങിയതാണ് ഇമ്പീരിയൽ ബേക്കറി എന്ന് പറഞ്ഞ് കച്ചേരി ജംഗ്ഷനിൽ. ഒരു 60 വർഷത്തോളം നമുക്ക് ഈ ഫീൽഡുമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മളായിട്ട് ബേക്ക് ചെയ്യുന്നതാണ്. എല്ലാ പ്രോഡക്റ്റും നമ്മളാണ് ബേക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ബ്രെഡ്, ഇമ്പീരിയൽ ബ്രെഡ് എന്നൊക്കെ പറയുന്നത് പണ്ടേ ഉള്ളവർക്കും മിക്കുള്ളവർക്കും അറിയാം, ഫേമസ് ആണ് അന്നത്തെ. പിന്നെ ഇപ്പോൾ നമ്മളിത് 3ാമത്തെ ഔട്ട്ലെറ്റാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് കേക്കുണ്ട്. കേക്കുകളെല്ലാം ലൈവായിട്ടാണ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൻ്റെ
ഫ്രണ്ടിൽ വെച്ച് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കുകൾ. അതിപ്പം അവരിപ്പോൾ മൊബൈലൊരു കേക്കിൻ്റെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു 15 മിനിറ്റിനകം കേക്ക് ചെയ്ത് കൊടുക്കപ്പെടും. പിന്നെ അറബിക് ഷവർമയിൽ തന്നെ ഒരു 4-5 വെറൈറ്റിയോളം ഷവർമ തന്നെയുണ്ട്. റൊമാലി റൊട്ടിയിലാണ് ഷവർമ ചെയ്യുന്നത്. നോർമൽ കുബൂസിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഷവായി ഉണ്ട്. ഷവായി സ്പൈസി ആയിട്ടുള്ള ഷവായിയാണ്, നല്ല സ്പൈസിയാണ് ഷവായി. അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. നമ്മൾ ആ 2 ഔട്ട്ലെറ്റുകളിലും ഇല്ലാത്തതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നാൽ എന്തെങ്കിലും ഡിസ്കൗണ്ടിലും കൊടുക്കും. സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ നമ്മളെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എല്ലാം കിട്ടുന്നത്. ആ ഡിസ്കൗണ്ട് എന്തായാലും നമ്മൾ ഓഫർ എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരില്ലേ, കേക്കൊക്കെ ഒരുപാട് ഓഫറുകളായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ ഇംപീരിയലിനെ കുറിച്ച് കൂടുതലായിട്ടും നമ്മൾ പറയണ്ടല്ലോ. പണ്ട് നമ്മുടെ കല്യാണങ്ങളും ഇപ്പോഴത്തെ പോലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ബേക്കറി ഐറ്റംസ് ആയിരുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതും നല്ല പോപ്പുലർ ആയിരുന്ന ഒരു ഷോപ്പാണ് ഇംപീരിയൽ. സോ അവരിപ്പോഴും അതിന്റെ ആ ഒരു ജെനുവിനിറ്റി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഫുഡ്, എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ എന്താ നോക്കുക, സേഫ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഫുഡാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഉറപ്പായിട്ട് കിട്ടും. ആൻഡ് ഇവിടെ എല്ലാം ലൈവായിട്ട് തന്നെ ചെയ്യുന്നു. ഷവർമ ആയാലും കേക്ക് ആയാലും എല്ലാം ലൈവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കത് ഉറപ്പായിട്ടും ഫുഡ് നല്ല സേഫ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കിട്ടും. സോ നിങ്ങൾ ഇതുവഴി കൊല്ലം ട്രിവാൻഡ്രം പാസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആറ്റിങ്ങൽ കൊല്ലം വർക്കല ട്രിവാൻഡ്രം ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫുഡാണ്. ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു 10 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 10 ഒരു 9 നമ്മൾ എന്തായാലും കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ആറ്റിങ്ങലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകളുള്ള ഷോപ്പിനെ കുറിച്ചിട്ട് ഒരു റിവ്യൂ ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സീരീസിൽ. സോ അതുപോലെ എന്തെങ്കിലും ഷോപ്പുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിന് താഴെ കമന്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.